ഹലോ കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നോടൊന്ന് കൂട്ടുകൂടിയേക്കണേ. കൂടാതെ ആ ബെൽ ബട്ടനും കൂടെ പ്രസ് ചെയ്തേക്കണം കേട്ടോ. പല ഷോർട്സിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് പച്ചക്കറി കൃഷിയിലെ ഏറ്റവും ഇഷ്ടം മുളക് കൃഷിയാണെന്ന്. എൻ്റെ വീട്ടിലെ കുറേ മുളക് ചെടികളാണിത് കേട്ടോ. അതിനെയൊക്കെ ഞാൻ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാവേ. ഒരുപാടൊന്നും ഇല്ലെങ്കിലും അത്യാവശ്യം മുളകൊക്കെ എനിക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. വീട്ടാവശ്യത്തിനുള്ള മുളകെല്ലാം ഞാൻ ഇതിൽ നിന്നാണ് എടുക്കുന്നത്. ഒരു 6-7 മാസം കൊണ്ട് തന്നെ ഞാൻ പുറത്തുനിന്ന് മുളക് വാങ്ങാറില്ല കേട്ടോ. ഈ ചെടികളിൽ നിന്ന് തന്നെയാണ് എനിക്ക് വീട്ടിലെ ആവശ്യത്തിനായിട്ടുള്ള മുളകുകളൊക്കെ കിട്ടുന്നത്. ഇതിന് വലിയൊരു പരിചരണത്തിൻ്റെ ആവശ്യമില്ല കേട്ടോ. അത്യാവശ്യം മുളകൊക്കെ എനിക്ക് ഈ മുളക് തൈകളിൽ നിന്നും കിട്ടുന്നുണ്ട്. ഈ ചെടിച്ചട്ടിയിലെ കൂടാതെ ഞാൻ എൻ്റെ അടുക്കള മുറ്റത്തും കുറച്ചൊക്കെ മുളക് ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അത് മണ്ണിലാണ് വെച്ച് പിടിപ്പിക്കുന്നത്. എനിക്ക് ഒന്ന് ചട്ടിയിലുള്ളതിനെക്കാട്ടിലും കൂടുതലും മണ്ണിൽ വെച്ച് പിടിപ്പിച്ചാലാണ് ഫലം നൽകുന്നതെന്നാണ് എനിക്ക് അതിൽ നിന്ന് മനസ്സിലായിട്ടുള്ളത്. ചട്ടിയിലുള്ളത് ഫലം നൽകുന്നില്ലെന്നല്ല, അത്യാവശ്യം മുളക് അതിൽ നിന്നും കിട്ടുന്നുണ്ട്. ഇത് ഞാൻ ഒരു 7-8 മാസമായി ഈ മുളക് ചെടി നട്ടിട്ട്. ഇതിൽ അത്യാവശ്യം നല്ല രീതിയിൽ മുളക് പിടിച്ചിട്ടുണ്ട്. ഒരുപാട് മുളക് ഇതിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ഏതേനോ ആണെന്നൊന്നും എനിക്കറിയത്തില്ല. പിന്നെ ഈ നീളമുളക് കൂടാതെ തന്നെ നല്ല നീല ഉണ്ടമുളകുണ്ട് കേട്ടോ. അത് നല്ല മണമുള്ളതാണ്. അത് ഒരു വെറൈറ്റി ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിലും നിറയെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അത് പിടിച്ച് നിൽക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ബൾബ് കൂട്ടാതെ നിൽക്കുന്നത്, നീല കളറിലെ ബൾബ് കൂട്ട് നമുക്ക് തോന്നുന്നത് നല്ല ഭംഗിയാണ് കാണാൻ. പക്ഷേ ഇപ്പം അതെല്ലാം ഏകദേശം ഒരുമാതിരി അങ്ങ് ആയിട്ടുണ്ട്. കുറച്ച് ദിവസം ഈ മഴയൊക്കെ പെയ്തതിനൊക്കെ ശേഷം എനിക്ക് അതിന് ശ്രദ്ധ വളരെ കുറവായിരുന്നു. എന്തോ പുഴുവൊക്കെ കയറിയിട്ട് ഇലയെല്ലാം ആകെ അങ്ങ് നശിച്ചു പോയിട്ടുണ്ടായിരുന്നു. ഇപ്പം പിന്നെ ഞാൻ കുറേ ഈ മുളകിൽ നിന്ന് തന്നെ പഴുത്ത മുളകൊക്കെ എടുത്ത് അരിയൊക്കെ പാകി കിളിപ്പിച്ചെടുത്തിട്ടുള്ള തൈകളാണ് ഇതെല്ലാം ചട്ടിയിലോട്ട് അങ്ങ് നട്ടു കൊടുക്കാമെന്ന് വെച്ചു. ഇനിയിപ്പം മഴയൊക്കെ ആയതുകൊണ്ട് മണ്ണിൽ നട്ടാലും അത് നശിച്ചു പോകും. വെള്ളമൊക്കെ കയറുന്നതുകൊണ്ട് തന്നെ നശിച്ചു പോകുന്നതുകൊണ്ട് തന്നെ ഞാൻ ചട്ടിയിലാണ് നട്ടു കൊടുക്കുന്നത്. ഇതെനിക്ക് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ മണ്ണാണ് കേട്ടോ. അതിനകത്തിൽ അത്യാവശ്യം വളം എല്ലാം കൂടെ മിക്സ് ചെയ്താണ് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ വേറെ വളങ്ങളൊന്നും ഇട്ട് കൊടുക്കുന്നില്ലേ. ഇതെല്ലാം ഒന്ന് നല്ല രീതിയിലൊന്ന് ഉറച്ച് വന്നിട്ട് മാത്രമേ ഇപ്പം നട്ടതിന് ശേഷം ഒരു 1 വീക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇനി ഞാൻ ബാക്കിയുള്ള വളങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ. കൂടുതലും പച്ചക്കറി വേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ കഞ്ഞവെള്ളം നല്ല രീതിയിൽ പുളിപ്പിച്ചിട്ട് അതിനകത്ത് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നീർപ്പിച്ച് ഒഴിച്ചു കൊടുക്കും കേട്ടോ. അതാണ് ഏറ്റവും നല്ല ബെസ്റ്റ് മുളക് ചെടികൾക്ക്. മുളക് ചെടിയെ നല്ല കറിവേപ്പിനും ഒക്കെ അത് ഏറ്റവും നല്ലതാണ് കേട്ടോ. പിന്നെ അതെല്ലാം ഒന്ന് നട്ടു കൊടുക്കുന്നുണ്ട്. പിന്നെ കുറേ തൈകളൊക്കെ ഉണ്ടായിരുന്നു. അതിനകത്തിൽ കിളിച്ചു വന്ന നല്ല രീതിയിൽ പാകമായ തൈകൾ മാത്രമേ നട്ടു കൊടുക്കുന്നുള്ളൂ. കുഞ്ഞു തൈകളൊന്നും നട്ടു കൊടുക്കുന്നില്ല കേട്ടോ. ഇത് നട്ട ഉടനെ തന്നെ നല്ല വെയിലത്തൊന്നും വെക്കരുത്. കുറച്ചൊരു തണൽ കിട്ടുന്നിടത്ത് വെക്കണം. പിന്നെ ഒന്ന് റെഡി ആയിട്ട് വന്നതിന് ശേഷം മാത്രമേ അത്യാവശ്യം വെയിലുള്ള എടുത്തോട്ട് മാറ്റിയാൽ മതി കേട്ടോ. അല്ലെങ്കിൽ ഇതങ്ങ് വാടിപ്പോയി തൈകൾ കേട്ടോ. ഇനി നമ്മൾ എത്ര ശ്രദ്ധിച്ചെന്ന് പറഞ്ഞാലും അതിനൊരു വാട്ടം ഉണ്ടാവും. ഇതുകൂട്ടൊരു 3-4 ചെടികൾ ഇങ്ങനെ നട്ട് വളർത്തിയാൽ തന്നെ നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള പച്ചമുളക് നമ്മുടെ അടുക്കളമുറ്റത്ത് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. എനിക്കിതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അതുമല്ല, നമുക്ക് എന്തെങ്കിലുമൊക്കെ മനസ്സിന് വിഷമം ഉണ്ടെങ്കിൽ നമ്മുടെ ചെടികളുടെയൊക്കെ എടുത്ത് നിൽക്കുമ്പോൾ തന്നെ അതങ്ങ് മാറി കിട്ടുകയും ചെയ്യും കേട്ടോ. മനസ്സിന് സന്തോഷമുള്ള കാര്യങ്ങളല്ലേ ഇതൊക്കെ. പിന്നെ എന്നെക്കൂട്ട് ചെടികളൊക്കെ ഇഷ്ടമുള്ള കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ആദ്യമൊന്നും എനിക്ക് ചെടികളോടൊന്നും വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ മിന്നു സ്കൂളിലൊക്കെ പോയി തുടങ്ങിയതിന് ശേഷം ആകെ എനിക്കങ്ങ് ബോറടിക്കുമായിരുന്നു. വീട്ടിലെ അടുക്കള ജോലിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പം ഭയങ്കര ബോറടിയായിരുന്നു. പിന്നെ അതിന് ശേഷമാണ് ഞാൻ ഈ കൃഷിയെക്കുറിച്ചൊക്കെ ചിന്തിച്ചത്. ഫ്രൂട്ട് പ്ലാന്റ്സിനെയും പിന്നെ ഇങ്ങനെയൊക്കെയുള്ള ചെടികളെക്കുറിച്ചൊക്കെ ചിന്തിക്കാൻ തുടങ്ങിയത്. അങ്ങനെ ഞാനൊരു മുളകരി കൊണ്ടുവന്ന് വീട്ടിൽ പാകി അത് കിളിപ്പിച്ചപ്പോഴത്തേക്കിന് എനിക്ക് അതിൽ നിന്ന് ഇഷ്ടം പോലെ മുളക് കിട്ടാൻ തുടങ്ങി. അപ്പോഴത്തേക്കിന് എനിക്കിതൊരു ഇൻട്രസ്റ്റ് ആയി കേട്ടോ. അങ്ങനെ ഞാൻ കുറേ മുളക് ചെടികളും എല്ലാം അങ്ങ് വെക്കാൻ തുടങ്ങി. എനിക്കിപ്പോൾ ഇതിൽ നിന്ന് എനിക്ക് കിട്ടിയതാണ് ഇത്രയും മുളകുകൾ. ഇതിൽ കൂടുതൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്. എൻ്റെ ഷോർട്സ് വീഡിയോ ഒക്കെ നേരത്തെ കണ്ടിട്ടുള്ള കൂട്ടുകാർക്കൊക്കെ അറിയാം. ഇപ്പോൾ നട്ട മുളക് ചെടികളെ എല്ലാം നല്ല രീതിയിലൊന്ന് ശ്രദ്ധിച്ചു കൊടുത്താൽ തന്നെ വീട്ടാവശ്യത്തിനുള്ള മുളകെല്ലാം എനിക്ക് അതിൽ നിന്നും കിട്ടും കേട്ടോ. അപ്പോഴേ എൻ്റെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ട എൻ്റെ കൂട്ടുകാരെല്ലാം എന്നോടൊന്ന് കൂട്ടുകൂടിയേക്കണേ. കൂടാതെ എൻ്റെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ.